നമ്മൾ ഇന്നൊരു വെറൈറ്റി കഫേയിലോട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പം ഒരു കൂടി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ കഫ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കേസ്. അപ്പം നമുക്ക് പോയാലോ. താഴെ മെട്രോ ഉണ്ട് കേട്ടോ, സ്കൈ ട്രെയിൻ. അപ്പം അത് പിടിച്ച് വേണം പോകാൻ. ആ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാങ്കോങ്ങിൽ നാനയിലാണ്. ഞാനിപ്പം പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അരി എന്നാണ് കേട്ടോ. ARI അരി അരി അങ്ങനെ എന്നോട് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്തായാലും പതുക്കെ അങ്ങോട്ട് പോവാം. ഇപ്പം ഹോട്ടലിലെ റൂം കീ താഴെ കൊടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് ഒരു 800 മീറ്റർ നടക്കാണ്ട് നടന്നു പോകുമ്പോൾ തന്നെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ മെട്രോ സ്കൈ ട്രെയിൻ. അപ്പോൾ അവിടെ നമുക്ക് പതുക്കെ ഇനി അരിയിലോട്ട് പോവാം. അരി എന്തൊരു പേരല്ലേ, അരി. നീ എന്തുവാടെ, അരിയാണ് ആടെ അമ്മാതിരി അരി. ഇവിടുത്തെ പേരുകളൊക്കെ കിടക്കാച്ചി പേരുകളാണ് കേട്ടോ. പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കപ്പം മെട്രോയിൽ എത്തിയിട്ട് കാണാം. അതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കുറച്ച് ദൂരം കൂടെ കണ്ടോ. ഇതിനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ആരെങ്കിലും ഫോൺ എടുത്തോണ്ട് പോകുമ്പോ ലാസ്റ്റ് കൈ മാത്രം ഇങ്ങനെ ഇരിക്കും, തട്ടിയെടുത്തോണ്ട് പോകും. അങ്ങനെ വഴിയിലായിരിക്കും അല്ലേ. നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയുണ്ട്. ഇനിയൊരു 450 മീറ്ററും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊരു വേറൊരു സാധനം കാണിച്ചു തരാം. രാവിലെ തന്നെ ബ്ലോക്ക് തുടങ്ങി കേട്ടോ, കണ്ടില്ലേ. ഇവിടുത്തെ ഒരു ബ്ലോക്ക് ബാങ്കോങ്ങിൽ ഒരു രക്ഷയില്ല കേട്ടോ. അതൊന്നും കൂടുതലും മെട്രോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ പെട്ടെന്ന് പോയി വരാം. ആ ഒരു മെട്രോ ഒരു ചുറ്റുമതിലൊക്കെ അങ്ങനെ ലോങ് ഒക്കെ പറ്റൂല. പിന്നെ ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതിനായിട്ടും പക്ഷെ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല, ഞാൻ നോക്കിയില്ല. ഒരു എന്താ പറയാ, നാനാ പ്ലാസ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് കേട്ടോ. എന്താ കണ്ടില്ലേ, ഇവിടെ നൈറ്റ് ആകുമ്പം ഈ വൈബൊന്നും അല്ല ഈ നാനാ പ്ലാസക്കകത്ത്. പിന്നെ വേറെ കാര്യം, ഇതിനകത്ത് വീഡിയോ ഒന്നും അലോടല്ല കേട്ടോ ഈ നാനാ പ്ലാസക്കകത്ത്. ഇത് ഫുള്ളും മറ്റേ ബാറുകളും സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നല്ല സുന്ദരിമാരായ ഇത് നൈറ്റ് ക്ലബ്ബ്. ഇതല്ല, ഇതാ ഇത് നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള അഡൽട്ട് പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ നാനാ പ്ലാസ. ഇത് അതിനകത്ത് കണ്ടില്ലേ, അടഞ്ഞ് നമ്മളേക്കും എന്താ യൂസ് ചെയ്യാത്ത കട അടച്ചിട്ടാണ് കിടക്കും. രാത്രി ആകുമ്പോൾ നോക്കണം, ഇവിടെ ഒന്നും പറയില്ല. അതാ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് അഡൽട്ട് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണെന്ന് സംഭവം. അതൊക്കെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം, നോക്കിയൊക്കെ ക്രോസ് ചെയ്യണം. വണ്ടികൾ ചെറപ്പറ എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഇതുപോലെ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോകുമ്പോഴേ എന്തായാലും നമ്മളെ ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കണം കേട്ടോ. ട്രാവൽ ഇൻഷുറൻസ് ഒന്നും എടുക്കാതെ ഒന്നും വരരുത്. പിന്നെ അതുപോലെ വേറെന്താ പറയാ, പിന്നെ ഇവിടുന്ന് മറ്റേ വണ്ടിയൊക്കെ റെന്റിന് എടുക്കും. നിങ്ങൾ ഇന്റർനാഷണൽ ലൈസൻസ് എന്തായാലും എടുത്തതിന് മാത്രം മറ്റേ ഇതുപോലെ എന്താ പറയാ ബൈക്കുകളൊക്കെ റെന്റിന് എടുക്കാവൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ ചുമ്മാ എന്താ പറയാ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ, ഇവിടെയെന്നല്ല ഇപ്പൊ ഏത് ഇന്റർനാഷണൽ ട്രിപ്പ് നിങ്ങൾ പോവുകയാണെങ്കിലും ചുമ്മാ ചാടിക്കേറി എന്താ പറയാ ലൈസൻസ് ഒന്നും ഇല്ലാതെ അങ്ങ് എടുക്കല്ല കേട്ടോ. വരണമെങ്കിൽ നേരത്തെ കൂട്ടി നമ്മൾ അവിടെ നിന്ന് നമ്മുടെ എംബരി എന്നല്ല, നമ്മൾ അടുത്തുള്ള RT ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അത് അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. പറഞ്ഞതിന് എത്ര ദിവസം മുമ്പേ ഒക്കെ ഒരാഴ്ച ഒന്നും എടുക്കും തോന്നുന്നു. ഒരാഴ്ച ടൈമിൽ നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസ് കിട്ടും. അത് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ റെന്റ് എടുത്തു കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല. അല്ലെങ്കിൽ എന്തെന്നറിയാവോ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാണെന്നേ. ഇവിടെ ഫുക്കറ്റിൽ തന്നെ പോലീസ് ഓട്ടിച്ചിട്ടിട്ടാണ് പിടിക്കണേ. 2000 ബാത്തൊക്കെയാണ് പറഞ്ഞത്. അതായത് നമ്മളെ ഒറ്റയ്ക്ക് 4000 രൂപ, 4000 അല്ല 5000 രൂപയോളം എന്താ പറയാ ഫൈന്. ഇല്ല, അതായത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇപ്പൊ തരാൻ മാറി തരാതൊന്നും ഇല്ല. അല്ലെങ്കിൽ വിടൂല, കൊണ്ടുവന്നവര് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കും. റൂമിലിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എസ്കേപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വളരെയധികം അതൊക്കെ ശ്രദ്ധിക്കണം. ചുമ്മാ എങ്ങനെ പൈസ കൊടുക്കണേ. ആ ഒരു സ്ഥലത്ത് പറ്റിയടിച്ചാൽ വീണ്ടും കൊടുക്കും. അവർ ആദ്യം ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ലൈസൻസ് ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുന്നതാണ് ചോദിക്കുന്നത്. നമ്മളവിടെ ഓട്ടിക്കും, നമ്മളവിടെ 500 അല്ലേ.
500 അടിച്ചിട്ടങ്ങ് വിടും. ഇവിടേക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ, കർശനമാണ്. നമ്മുടെ രാജ്യത്തെ പുറത്തേക്ക് കൂടെ പോകുന്ന ഇവിടെ നടക്കൂല, മറ്റേ പോലീസിന്റെ മുമ്പിൽ. അപ്പം എന്റെ സ്റ്റേഷൻ എത്താറായി കേട്ടോ. ആ പഠിക്കട്ടും കൂടെ കയറി കഴിഞ്ഞാൽ മെട്രോയിലോട്ട് പോകാം. കേറാം. ഓക്കെ, ആണ് ലിമിറ്റഡ് ആയിട്ട് മാത്രം ഞാൻ വീഡിയോ എടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ ചാർജ് ചെയ്ത് ഞാനിപ്പോൾ എത്തുമ്പോൾ കുറേ സ്പോട്ടുകളും കൂടി ഇന്ന് കവർ ചെയ്യാണ്ട്. അപ്പം അപ്പോഴേക്കും പവർ ബാങ്ക് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ഒരു ബാഗും കൂടെ കയ്യിൽ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇതിനകത്ത് വെള്ളം, പിന്നെ പവർ ബാങ്ക്, പിന്നെ സൺസ്ക്രീം മെയിനായിട്ട്. ഞാൻ നമ്മുടെ തായ്ലാൻഡിൽ വന്നിട്ട് വാങ്ങിച്ച മറ്റേ സൺസ്ക്രീം ഇല്ലേ, ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അതും ഫുള്ളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറൊരു കാര്യം കാണിച്ചില്ല ഗൈസ്. പോലീസ് പോണോക്ക് തലയിൽ ക്യാമറയും വെച്ചോണ്ട് എന്റെ മോന് പൊളിയല്ലേ. ഞാൻ മെട്രോയിലോട്ട് കയറട്ടെ. ഇതാണ് കേട്ടോ നമ്മളെ ടിക്കറ്റ് എടുക്കുന്നത്. ഞാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 47 തായ് ബാത്താണ് കേട്ടോ വരുന്നത്. മുഴുവൻ തോന്നുന്നു. ഇനി ഞാൻ പതുക്കെ പ്ലാറ്റ്ഫോമിലോട്ട് പോട്ടെ. ടിക്കറ്റ് കിട്ടി. പ്ലാറ്റ്ഫോം 2-ലാണ് കേട്ടോ നമ്മുടെ സ്കൈ ട്രെയിൻ വരുന്നത്. നമുക്ക് നേരെ പ്ലാറ്റ്ഫോം 2-ലോട്ട് പോവാം. പ്ലാറ്റ്ഫോം 2 ഞാൻ മാത്രമേ ഉള്ളൂ. വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ്. ഇപ്പൊ എത്തും സംഭവം. രാവിലെ അല്ല, ഉച്ചയ്ക്ക് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. സമയം നമ്മളിവിടെ 1 മണിയായി. അപ്പോൾ നമ്മളെ നാട്ടിൽ എത്ര മണിയാവും? 11:30 മണിയാവും. 1.5 മണിക്കൂർ ഡിഫറൻസ് ആണ് ഉള്ളത് നമ്മുടെ. അതായത് നമ്മുടെ തായ്ലാൻഡിലും നമ്മുടെ ഇന്ത്യയും തമ്മിൽ. സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ അത് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ 2.5 മണിക്കൂർ വ്യത്യാസമാണ് വരുന്നത്. അടിപൊളി അല്ലേ ഇത്? നൈസ് ഗൈസ്. യാത്രകളെന്നും മനോഹരമാണല്ലേ. വാവ്. മെട്രോ വന്നു. നമുക്ക് 8ാമത്തെ റൂമാണ്, 8ാമത്തെ സ്റ്റേഷനാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ മെട്രോയില്. നല്ല തിരക്കുണ്ട് കേട്ടോ മെട്രോയില്. കണ്ടില്ലേ, അതിന്റെ ബാക്കിൽ നമുക്കിപ്പം നിൽക്കുന്ന സ്റ്റോപ്പ് സിയാം എന്നുള്ളത്. ഇവിടെ സിയാം പാരഗൺ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മാളാണ്. നൈസാണ്. നമുക്ക് പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ഇറങ്ങാം. അപ്പം 8ാമത്തെ സ്റ്റേഷനാണ്. ഇപ്പം 2 സ്റ്റേഷൻ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോ ഒരു 6 സ്റ്റേഷനും കൂടെ. അങ്ങനെ അരിയിലെത്തിയൊക്കെയാണ് കേട്ടോ. അരി ഇനി ഇവിടുന്ന് 500 മീറ്ററും കൂടെ ഉണ്ട്. നടന്നു തന്നെ പോകണം. ചുമ്മാ വണ്ടിക്ക് പൈസ കൊടുക്കാനൊന്നും കഴിയാം. നടന്നു പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണാം, പൈസ ലാഭം. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. വീട്ടില് ഞാൻ വേറെ വ്യായാമം ചെയ്യാറില്ല. മുമ്പ് എന്താ പറയാ, റണ്ണിങ് ചെയ്യുമായിരുന്നു. പിന്നെ വീട്ടിൽ ഇരുന്ന് വേറെ ഒരു പണി എടുക്കാതെ എപ്പോഴും ഈ സിസ്റ്റത്തിന്റെ മുട്ടിലാണ്. രാവിലെ എണീക്ക് വർക്ക് തുടങ്ങും, വൈകുന്നേരം ആകുമ്പം ക്ലോസ് ചെയ്ത്, പിന്നെ ചിലപ്പോൾ അവിടെ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് സിനിമകളിലൊന്നും കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് കിടന്നുറങ്ങും. ഇത് തന്നെ റിപ്പീറ്റ് തിങ്കൾ മുതൽ വെള്ളി വരെ. രാവിലെ എണീക്കുന്നു, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നു, ആ ചാരിയാസിൽ ഇരിക്കുന്നു, 3:30 തീരുന്നു, വീണ്ടും സിനിമ കാണുന്നു, രാത്രിയാകുമ്പോൾ. അങ്ങനെ ആ റൂമിൽ തന്നെയാണ് ഫുള്ളും. നടക്കാൻ വേറെ ഒന്നിനും പോകില്ല. പുറത്തിറങ്ങണമെങ്കിൽ ഒന്നീ ബൈക്കിൽ പോകും, പിന്നെ ദൂരെ എവിടെയും പോകണമെങ്കിൽ പിന്നെ കാറിൽ പോകും. പുറത്തിറങ്ങാൻ നടക്കേണ്ട ഒരു ഇത് പറഞ്ഞില്ല. ഇവിടെ വന്നിട്ട് ഒരു ദിവസം എനിക്ക് തോന്നുന്നു 10-20 കിലോമീറ്റർ നടക്കും തോന്നുന്നു കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം. അതായത് ഇങ്ങനെ ഒരേ നടപ്പ് ഇങ്ങനെയല്ല,
ഓരോ സ്പോട്ടുകളിൽ പോകുമ്പോഴേ അപ്പൊ ഒരു 3 കിലോമീറ്റർ കാണും, അപ്പൊ നടന്നു പോകും. പിന്നെ തിരിച്ച് പിന്നെ വരാതെ അങ്ങനെ ടോട്ടല് നടന്ന് വയ്യ, പിണ്ടോളയും മുട്ടിന് താഴോട്ട് വയ്യ, നടക്കാനേ വയ്യ. ഞാൻ ഫുഡ് മസാജ് ചെയ്യലായിരുന്നു. 400-500 ഭാഗത്താണ്. ഇന്നലെ ആയപ്പോഴ് ഒരു പൊടി നടക്കാൻ വയ്യ, ഇങ്ങനെയാണ് നടക്കും, ഇങ്ങനെ നടക്കും. പിന്നെ അവിടെ മെസ്സേജ് ചെയ്യുമ്പോ അവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നടന്നു പോകാം. അമ്മാതിരി വേദനയായിരുന്നു കാലൊക്കെ. അപ്പൊ ഇന്ന് വലിയ കുഴപ്പമില്ല. ഇന്ന് ഇത്രയും നടന്നു വരുമ്പോഴേക്കും ഇന്ന് രാത്രിയാകുമ്പോൾ വീണ്ടും വയ്യാതാവും. നമുക്ക് അപ്പുറത്തെ റോഡ് മുറിച്ച് കിടക്കണം. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇവിടെ അങ്ങനെ ഗ്യാപ്പുകളൊന്നുമില്ല. അപ്പോഴേ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൂടെ കയറി വേണം അപ്പുറത്ത് പോകാൻ. അപ്പുറത്തെ സൈഡിൽ കൂടെയാണ്. ബാക്കി കണ്ടില്ലേ, ഇവിടെ മെയിൻ റോഡാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. വണ്ടി ഇടിച്ച് പോകും. അല്ല, നമ്മളെ വണ്ടി ഇടി കിട്ടുമെന്ന് ഞാനിതിലൊക്കെ ഇടിച്ച് തെപ്പിച്ചിട്ട് പോകും. ഇതാണ് ഗെയ്സ്. അപ്പം നമ്മുടെ അരിയിലെ വ്യൂ. വില്ല മാർക്കറ്റ്. കണ്ണാടി ഇനി മാസ്ക് കൂടെ വെക്കണം. കുറച്ചപ്പോ വെയിൽ ഒരു രക്ഷയില്ല കേട്ടാ. ഇത് അടുത്ത മെട്രോ സ്റ്റേഷൻ അല്ലേ? മെട്രോ സ്റ്റേഷൻ. എക്സിറ്റ്. നോ എക്സിറ്റ്. ഇവിടെ കൂടെയാണ് എക്സിറ്റ് കേട്ടോ. നമുക്ക് ഇവിടെ കൂടെ പതുക്കെ പോവാം. എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ? സ്ഥലങ്ങൾ പറയുമ്പോൾ ഇതൊന്നും കാണാനില്ലല്ലേ, പ്രത്യേകിച്ച് പടിക്കെട്ട് ഇറങ്ങുന്നു, ഒരു കോണിപ്പടി, മെട്രോ സ്റ്റേഷൻ. കാഴ്ചകൾ നിങ്ങൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. ഇവിടെ ബാങ്കോക്ക് പിന്നെ ഇന്ത്യക്കാരന്മാരെ അല്ല, ഇന്ത്യൻസിനെ കാണാൻ പറ്റും. ഫുക്കറ്റിലൊക്കെ ഇന്ത്യക്കാരേ ഇല്ല. ഒരു 50 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3-4 പേര് മാത്രമേ ഇന്ത്യക്കാരായിട്ടുള്ളൂ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ലോട്ടറി. കണ്ടോ? പക്ഷെ നറുക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷെ എടുത്തിട്ട് ഞാൻ എവിടെ പോയി നോക്കും, എങ്ങനെ മനസ്സിലാക്കും ഇത് അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. സൈഡിലൊക്കെ നല്ല ഫ്രൂട്ട്സ് പല ടൈപ്പിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അരിയിലോട്ട് പോകുന്ന, നമ്മുടെ കഫേയിലോട്ട് പോകുന്ന വഴിക്ക് നോക്കി പിങ്ക് കളറിൽ കുറേ സ്ട്രീറ്റ് ഫുഡ് ഐറ്റങ്ങൾ, ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ ജ്യൂസ് ഉണ്ട്, പലതരത്തിലുള്ള സെറ്റപ്പ്. കേട്ടാ കൊള്ളാം. ഈ തിരിച്ചു വരുമ്പോൾ ഈ കട്ടിട്ട് പേരൊക്കെ വല്ലതും വാങ്ങിക്കണം. ഇവിടുത്തെ മറ്റേ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാം. നൈസ് കേട്ടോ. അത് കുറെ ഉണ്ടല്ലോ, അത് ദൂരം ഉള്ളല്ലേ. നമ്മളെ കഫേരെ അടുത്ത് എത്താറായ കേട്ടോ. നിങ്ങളൊരു എന്താ പറയാ വെറൈറ്റി നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയണ്ട. ഞാൻ എൻ്റെ ഒരു ഇതിനകത്ത് നമ്മുടെ അവിടെ ഒരു സ്ഥലത്തൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു കഫേ ഞാൻ കണ്ടിട്ടില്ല. ഒരു വിധപ്പെട്ട എല്ലാവർക്കും ഈ ഒരു കഫേ ഇഷ്ടപ്പെടും ആൾമോസ്റ്റ്. അങ്ങനത്തെ ഒരു കഫേയാണ് ഗൈസ്. അവിടെ ആ കഫേയുടെ ലോഗോ ഉണ്ടോ? ലോഗോ കാണുമ്പോൾ ആ ലോഗോയിൽ തന്നെ ഉണ്ട് ആ കഫേയുടെ പ്രത്യേകത എന്താണെന്ന്. നിങ്ങൾക്ക് കാണാമോ ലോഗോ? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ലോഗോ? ചോദിയുടെ പടം എന്താണ്? സൈബീരിയൻ ഡോഗ്, നമ്മുടെ ഹസ്കി. അതേപോലെ കുറേ അധികം ഡോഗ്സ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു വെറൈറ്റി കഫേയാണ് ഗൈസ് ഇത്. കഫേയിലെത്തി. അയ്യോ, പുല്ലന്മാര് കിടക്കണ കണ്ട. അമ്പോടോ എന്ത് രസോ. അതൊന്നൊരു സിംഗക്കുട്ടിയാ. ഒമ്പോ ചെല്ല നടന്നു പറഞ്ഞു നോക്ക്. ഒമ്മേ, ഞാൻ ഇന്ന് പൊളിക്കും കേട്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ എൻട്രൻസ് ഫീ. എൻട്രൻസ് ടിക്കറ്റ് എടുത്തേട്ടാ 350 തായ് ബാത്താണ്.
പിന്നെ വെൽക്കം ഡ്രിങ്കും കൂടെ ഉണ്ട്. നമുക്ക് അവിടുന്ന് കൈ കഴുകിയിട്ട് വേണം അകത്തോട്ട് പോകാൻ. അതുപോലെ ചെരുപ്പ് മാറ്റി വെക്കണം. ഇതിന്റെ മുന്നേ എനിക്ക് വയ്യാട്ടാ. വളരെയധികം സന്തോഷം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. സംഭവം നൈസായിരിക്കും. അപ്പോൾ ഞാൻ പതുക്കെ അകത്തോട്ട് പോട്ടെ കേട്ടോ. നമ്മളെ ടിക്കറ്റ് അകത്ത് കാണിച്ചതിന് ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കും. ഞാൻ കുറച്ച് ചെറുത് വലുതായിരിക്കും കേട്ടോ. ഇത് നോക്കിയേ, ഫ്രീ ആയിട്ടാ ഇത്. ഇത്രയും കോഫി എന്തായാലും 350 ഇത്രയും ഡോഗിനും ഇതിന്റെ ബാക്കി ചെലവുകളൊക്കെ ഇല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഇത് നല്ല ലാഭം തന്നെ കേട്ടോ. നമുക്ക് ടീ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീ എടുക്കാം. ടീ പോട്ടുണ്ട്, ഇറ്റാലിയൻ സോഡ ഉണ്ട്, അതുപോലെ മിൽക്കുണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്, സ്മൂത്തി ഉണ്ട്. എന്താ ഇത് അഡീഷണൽ ആഡ് ഓൺ ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ. അവിടെ ഇതിനകത്ത് ഈ സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഡബിൾ സിപ്പ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തത് ഇതാ. ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 20 രൂപ 20 ബാത്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാം. ബാക്കി ഇതൊക്കെയാണ് ഫ്രീ വരുന്നത്. 20 ബാത്തേക്ക് ഇതൊക്കെ ഇത് പുറത്ത് നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു 100 ബാത്തെങ്കിലും കൊടുക്കാം. 100-150 ബാത്തെങ്കിലും ഫ്രീ സംഭവം കേട്ടോ. നൈസ്. ഇതാ ഓക്കെ, ഞാൻ അത് വെള്ളം എൻ്റെ സംഭവം കിട്ടി. ഓക്കെ, താങ്ക് യു സാർ. നൈസ് ചേട്ടാ. പുറത്തുനിന്ന് നമുക്കൊന്ന് ഇത് ഇവിടെ നിന്ന് ഇരുന്ന് കുടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ അകത്തുനിന്ന് ഡോഗ്സിനെ അകത്തോട്ട് കയറ്റാൻ പറ്റില്ല കേട്ടോ. വേണ്ട, ഇവിടെ ഡോഗിൻ്റെ വ്യൂ കണ്ടുകൊണ്ടിരുന്ന് കുടിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അയ്യോ നൈസ് അല്ലേ, നൈസ്. ഇതിൻ്റെ വട്ടപ്പഴയ ശേഷം പതുക്കെ അകത്തോട്ട് കിടക്കാം കേട്ടോ. പിന്നെ ഇവർക്ക് സ്നാക്സ് ഉണ്ട് കേട്ടോ. സ്നാക്സ് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. 100 തായ്വാത്താണ് വരുന്നത്. ഒരു ചെറിയൊരു പാക്കറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആയിട്ട് കൊടുക്കാം. ഡോഗ് ലവേഴ്സിന് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട സ്പോട്ടുകൾ ഒന്നായിരിക്കും കേട്ടോ ഇത്. അത്രമാത്രം മനോഹരം. അതായത് നമ്മുടെ ഇവിടെ കവർ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും ഇതുപോലെ എടുത്തിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തരും. അവർ ഫോട്ടോ എടുത്തരും, വീഡിയോസൊക്കെ എടുത്തരും കേട്ടോ. നമ്മുടെ സുന്ദരന്മാരും സുന്ദരികളും എല്ലാവരും മര്യാദരാമന്മാരായിട്ട് ഇങ്ങനെ ഉണ്ടാകും. അറ്റ്മോസ്ഫിയറും ആ സൈഡ് ഇന്റീരിയറൊക്കെ കൊള്ളാം കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോഴേക്കും മുകളിൽ പട്ടിക്കൂടായിരിക്കും സ്പെഷ്യൽ. നമുക്ക് തന്നെ കയറി ഇരിക്കാനുള്ള സ്ഥലമാണ്. ഇവരാണ് ഇവിടുത്തെ ഇപ്പം VIPs. ഓരോരുത്തരും നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ട്. അപ്പോൾ ആ ഇട്ടത്തിരിക്കുന്ന അവന് കുറച്ച് കുണ്ടണിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ ചെറുതായിട്ട് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ മാത്രം അവിടെ ഇരിക്കും. ആസ്കി അവൻ തന്നെ ആ ബ്രൗൺ കളർ തന്നെ. നമ്മുടെ വെള്ള സുന്ദരന്മാരൊക്കെ ഒരു നൈസായിട്ടൊക്കെ ഇരിക്കാനാട്ടോ. ഞാൻ താഴെ വേറെ ഒരുത്തം വന്നേ. അവന് കൊടുക്കാൻ നിന്ന സമയത്ത് ഓർഡർ എന്റെ കൈയിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടാ ഇവിടെ പയ്യന് കൊടുത്തതാ. എന്റെ സാധനങ്ങൾ തിന്ന് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത്, കാത്തിരിക്കണേ. ഇനിയില്ല, നിനക്കിത് ലാസ്റ്റ് ആണേ. ഇനി ഞാൻ അടുത്ത ആളോട്ടാണ് പോണത് കേട്ടല്ല. ഇനി സങ്കടം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. അടുത്ത വേറെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇന്ന് അടിയാവും. ഇവൻ കൊറേ ഫുഡ് എൻ്റെ ഇത് കഴിച്ചാട്ടാ. കഴിച്ചിട്ട് നിൽപ്പാണ്. അത് ഇനി ഇത് കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ഒന്നും കൂടെ കൊടുക്കാം, എന്നിട്ട് ബാക്കി ലാസ്റ്റ് ഉള്ളൂ. നിനക്കിനി തീർന്നു, ഇനി അടുത്ത ആക്കി കൊടുക്കും. മനോഹരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി വ്യൂ കേട്ടോ, അടിപൊളി. അതായത് സിംഗക്കുട്ടി കിടക്കുന്നുണ്ട്. ഇതിനകത്ത് 3 പേരൊക്കെ ആ ഒരു സ്കാർഫ് കഴുത്തിൽ കെട്ടിയിരിക്കുന്നില്ലേ, അവർക്കൊന്നും നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. വേറൊരു സ്റ്റിക്കി ടൈപ്പ് ആയിട്ടുള്ളതാണ്. സ്റ്റിക്കി ടൈപ്പ് ആയിട്ടുള്ള ഒരു നീളത്തിൽ ഒരു പുല്ല് കണക്കുള്ളൊരു ഇതാണ് കേട്ടോ കൊടുക്കുന്നത്. ബാക്കി ഇതൊന്നും കൊടുത്തുകൂടാ. കുറേ ആൾക്കാർ ഓർമ്മയുണ്ട് കേട്ടോ. ഫോറിനേഴ്സ് ആയിക്കോട്ടെ, ബാക്കി പക്ഷെ എന്തുവാണ് ഇവിടെ എത്ര നേരം ഇരുന്നാലും സമയം പോണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് പട്ടിയുടെ
ഡോഗ്സിന് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തന്നെ വിരളമായിരിക്കും, കുറച്ചേരൊക്കെ കാണത്തുള്ളൂ. അത് ഇത്രയും സുന്ദരന്മാരെയൊക്കെ ഞാൻ സത്യം പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ടോ കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ അടുത്ത് തൊടാനൊന്നും പറ്റും. ഓരോരുത്തർ വീട്ടിലൊക്കെ വളർത്തണല്ലേ, അതൊക്കെ അവന്മാരൊക്കെ വന്ന് കടത്തില്ല. അവ വലിയ സിംഗക്കുട്ടി എണീറ്റിട്ടുണ്ട്. അവൻ മന്ദം എല്ലാവരും പുറത്തോട്ട് പോയി കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് ഇങ്ങനെ റൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഇതാ 2 അസ്കികളോ വന്ന്. എനിക്ക് മറ്റേ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ബ്രൗൺ കളറുള്ളവരും ഉണ്ട്, അത് റെയർ കളറാണ്. അവിടെ കിടന്ന് കളിക്കുകയല്ലേ എല്ലാവരും കൂടെ, കുത്തി മറിയല്ലേ കേട്ടോ. നൈസ്. Xiết lấy chưa? Xiết lẻ. Đây, bọc đây. Bọc gì? Màu kháo. തോളി കയറി നിർത്തും വരണം. അയ്യോ സോറി, മാറിപ്പോടി. അവന്റെ കുഞ്ഞി ഇതെന്തോ ഇത്, ആ ഒരു ഡോഗിന്റെ ഫ്രണ്ട്സടാ. ഞാൻ വിചാരിച്ച ആളിനെ കണ്ടായിരിക്കുന്നു കേട്ടോ. അതിന്റെ സ്നേഹം നോക്കി എല്ലാത്തിന്റെയും. ഈ ഒരു ഡോഗിന് അസുഖമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ആളിപ്പോൾ തിരിച്ചു വന്നതാണ്. അപ്പം അതിൻ്റെ സന്തോഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറേ ദിവസത്തിന് ശേഷം ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഡോഗ്സിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ അറ്റ്മോസ്ഫിയറായിട്ട് ജസ്റ്റ് ഒന്ന് സിങ്ക് ആകാൻ വേണ്ടിയാണ് ഇവനെ മാത്രം ഒറ്റയ്ക്ക് എടുത്തിട്ടിട്ടുള്ളത്. ബാക്കി ഉള്ള ഡോഗ്സിനെയൊക്കെ ഒന്നും കൂടെ അവരൊന്ന് ക്ലീൻ ചെയ്ത് സ്പ്രേയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഓരോരുത്തരായിട്ടാണ് അകത്തോട്ട് കയറ്റി വിടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭാഗത്തോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സന്തോഷം. കുറേ ദിവസമായി, കുറച്ച് സീരിയസ് ഒക്കെ ആയിരുന്നു, ഇൻഫെക്ഷൻ എന്തൊക്കെ വന്നതാണ്. അപ്പം ആൾ പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടോ. തിരിച്ച് ഒട്ടകത്തിലോട്ട് തന്നെ വന്നു. ഓടിക്കളി ചാടിക്കളി, ആ പേപ്പറൊക്കെ എടുത്തോണ്ട് കവറൊക്കെ എടുത്തോണ്ട് ഓടയാണോ. ഇനി ഒരു 5-8 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പുറത്തുള്ള വില്ലന്മാരെയൊക്കെ ഓരോരുത്തരായിട്ട് ഇപ്പം അകത്തോട്ട് പ്രവേശിക്കുന്നതായിരിക്കും. നമ്മുടെ അപ്പം പുറത്ത് ഡോറിന്റെ അവിടെ തന്നെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ സെറ്റായി അവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇനിയിപ്പോൾ അകത്തോട്ട് മദ്യമൊക്കെ എടുത്ത് എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു അടിപൊളി കഫേ അല്ല കേട്ടോ. കാരണം ഇവിടെ വരാതിരിക്കില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഈ ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ ബാങ്കോങ്ങിൽ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഭാഗത്തോട്ട് പ്രവേശിക്കുന്നതായിരിക്കും. അവിടെ അവൻ്റെ ഓട്ടവും ചാട്ടം ഇതുവരായിട്ടും കഴിഞ്ഞിട്ടില്ല, ഫുൾ കളിയാണ്. നമ്മളിതാ ഈ കഫേയിൽ നിന്നാണ് ഇവർക്ക് തിന്നാനുള്ള ഫുഡൊക്കെ വാങ്ങിക്കാം. 100 രൂപത്തിന് എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. വാങ്ങിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്, എല്ലാവരും ഇങ്ങനെ കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരും വെയിറ്റ് ചെയ്യാണ് അകത്ത് കയറാൻ വേണ്ടി, നമ്മളും വെയിറ്റ് ചെയ്യാണ്. കളിക്കണത് എല്ലാവരും കൂടെ നോക്കി നിൽക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കണ നോക്ക്. ഇത് 2 താമസം. ഇവന് കുറച്ചൊരു കില്ലാടിയാണ്. കില്ലാടിയെ തന്നെ ആദ്യം അടുത്തോട്ട് വിട്ടത് അവരോട് സന്തോഷം. ചാട്ടം, കെട്ടിപ്പിടുത്തം എന്തൊക്കെയാണോ എന്തയ്യോ. ആ റഫറി ഒന്ന് രണ്ടുപേരും മാറ്റിയിട്ടുണ്ട്. ചെറുക്കൻ്റെ കാര്യം നൈസ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ കഫ, അവിടെ തന്നെ ഫുഡും കൂടെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ. നൈസ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതിന് പൈസ കൊടുക്കണം, ഫ്രീ അല്ല കേട്ടോ. ആദ്യത്തെ ആ ഒരു ഡ്രിങ്ക് മാത്രമേ കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്തായാലും ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ സമയം പോണത് അറിയത്തില്ല. എനിക്കൊന്നും രാവിലെ ഒരു നേരത്തെ ഞാൻ ലേറ്റായി പോയി, അല്ലെങ്കിൽ രാവിലെ ഒരു 10 മണിക്കൊക്കെ വന്നിട്ട് വൈകുന്നേരം വരെ പിടിക്കുകയായിരുന്നു. ആ മുകളിൽ ആ പഠിക്കുന്ന കൊച്ചു വീടിൻ്റെ മുകളിൽ അവിടെ ഇരുന്നാൽ മതി. അടുത്ത സുന്ദര പഞ്ഞിപ്പുടൈ. അപ്പോൾ അങ്ങനെ മറ്റൊരു മനോഹരമായൊരു ദിവസമായിരുന്നു കേട്ടോ. അവരുടെ അവിടെ എന്നെ ഒളിഞ്ഞു നോക്കണത് മരുന്നൊക്കെ അടിച്ച് ഫുള്ള് ദേഹവും മുഖവും മൊത്തത്തിൽ ഫുള്ളും ബ്രഷ് ചെയ്തിട്ട് തുടച്ചിട്ട് അകത്തോട്ട് കയറ്റി വിടുകയാണ്. അടുത്ത ഒരു ചിങ്കക്കുട്ടി വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരും കേട്ടോ. അടുത്ത നമ്മളെ ഈ വലിയ ചിങ്കച്ചിറക്കനാണ് വരാൻ പോണത്. മരുന്നൊക്കെ അടിച്ച് ഫുൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പം വരും കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോവാൻ തോന്നുന്നില്ല.
ഇവിടെ ഇരിക്കുന്ന പെട്ടെന്ന് തോന്നും കേട്ടോ. ഇതാ ഒരു സ്കാർഫ് കെട്ടിക്കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിട്ടിട്ടുള്ളതിന് നമ്മൾ ഈ ഒരു ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. സുന്ദരി വെള്ളക്കുട്ടി നമുക്ക് ഒരു അടുത്ത് പോയിട്ട് എല്ലാവരും അവിടെ ഇരിക്കും. നമുക്ക് ഇവിടെ ഇരിക്കാം. എല്ലാവരും കയറിയതിന് ശേഷം ഓരോരുത്തരായിട്ട് എടുത്ത് പോവാം. ഇരിക്കുന്ന നോക്കൂ. ഇത് ഗേറ്റ് ഇവിടെയാണെന്ന് തോന്നുന്നു. പോണില്ലല്ലോ അത് പോണ കുഴപ്പമില്ല. വീഡിയോ എടുത്തിട്ട് പോയാൽ അത് നമ്മളെ ഹിന്ദു തീന്ന് വേറെ തരാം. അടുത്ത ഓരോരോ എല്ലാവരടുത്തും ഒരിക്കൽ കൂടി വിട പറഞ്ഞുകൊണ്ട് ഇപ്പൊ ചുമച്ചില്ല അല്ല കുരച്ചില്ലേ. അവനൊരു പ്രത്യേകതയുണ്ട്. അവന് ഫുഡ് കൊടുത്തോണ്ടിരുന്ന പിന്നെ ഫുഡ് കൊടുത്തോണ്ടിരിക്കണം. അവന് തടവി കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ അവൻ കുരയ്ക്കുക. വേറൊന്നും ചെയ്യില്ല കേട്ടോ. ഇവിടെ ഒരു സുന്ദരക്കുട്ടൻ കിടന്ന് ഉറക്കമായി. ഓക്കെ ബൈ. ഞാൻ പോകുന്നു. ടാറ്റാ, സി യു. മനോഹരമായിട്ടുള്ളൊരു കഥ. നിങ്ങളിവിടെ ബാങ്കോക്കിൽ വരികയാണെങ്കിൽ മസ്റ്റ് ഹൈലി റെക്കമെൻഡ്. ഹൈലി അല്ല 500% റെക്കമെൻഡാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത്.